ഹലോ. സോ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞില്ലേ, നമ്മളൊരു ക്വാളിറ്റേറ്റീവ് ഇനോർഗാനിക് അനാലിസിസിൽ നമുക്കൊരു യു ഹാവ് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പൗണ്ടിൽ ജനറലി ദിസ് ഇസ് ദ കാറ്റയോൺ പാർട്ട് ആൻഡ് എക്സ് ഇസ് ദി ആനയോൺ പാർട്ട്. സോ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കാറ്റയോൺസും എന്താ ആനയോൺസും എന്താ ഒരു മിക്സ്ചറിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ എപ്പോഴും വി സ്റ്റാർട്ട് വിത്ത് നമ്മുടെ സിസ്റ്റമാറ്റിക് അനാലിസിസിൽ നമ്മൾ എപ്പോഴും വി സ്റ്റാർട്ട് വിത്ത് ആനയോൺസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് മാത്രമേ നമ്മൾ കാറ്റയോൺസിലേക്ക് പോവുള്ളൂ. നൗ ദ റീസൺ ഇസ് ബിക്കോസ് ആനയോൺസ് ക്യാൻ ഇൻ്റർഫിയർ ഇൻ കാറ്റയോൺ അനാലിസിസ്. അപ്പോൾ നമുക്ക് ചില ആനയോൺസ്, ഓക്കെ, ആ ആനയോൺസിനെയാണ് നമ്മൾ ഇൻ്റർഫിയറിങ് ആനയോൺസ് നമ്മൾ പറയുന്നത്. ആ ഇൻ്റർഫിയറിങ് ആനയോൺസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് മാത്രമേ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഡിറ്റക്ഷൻ ഓഫ് ദി കാറ്റയോൺസ്. സോ ആദ്യം നമ്മൾ ആനയോൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് കൺഫേം ചെയ്ത് ആ ഇൻ്റർഫിയറിങ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് മാത്രമേ നമ്മൾ കാറ്റയോൺ അനാലിസിസിലേക്ക് പോവുള്ളൂ. ഓക്കെ, സോ വാട്ട് ആർ ദ യൂഷ്വൽ ഇൻ്റർഫിയറിങ് ആനയോൺസ്? ഫ്ലൂറൈഡ്, ബോറേറ്റ്സ്, ഓക്സലേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ് ആണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കാനുള്ള 4 ഇൻ്റർഫിയറിങ് anions. So as like I said before the cation analysis, you have to eliminate these anions. So let us look into how to remove. I'll also include chromates here. Okay, we will do all these 3 when you do, all these 4. We do this when we are in our lab itself. Okay, so let us go to elimination of anions causing unwanted precipitation by group reagents. ഇവിടെ വരുന്നത് നമ്മുടെ ക്രോമേറ്റ്സ് ആണ്. ക്രോമേറ്റ് എന്താ സംഭവം വെച്ചാൽ, ഈ ക്രോമേറ്റ് വളരെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. Okay, so what it will do is it will oxidize hydrogen sulfide to sulfur. Okay, അപ്പോൾ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രജൻ സൾഫൈഡ് ആ ഒരു റിയേജൻറ്റിനെ അത് ഇൻ്റർഫിയർ ചെയ്യണം. അത് ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ഇറ്റ് ടു ഡു നമുക്ക് എന്തിനാണ് ഹൈഡ്രജൻ സൾഫൈഡ് അവിടെ വേണ്ടത്? സൾഫൈഡ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പ് 2 പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഇത് ക്രോമേറ്റ് വിൽ ഓക്സിഡൈസ് ഇറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് വി വിൽ നോട്ട് ഗെറ്റ് ഗ്രൂപ്പ് 2 precipitation. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു റിമൂവ് ക്രോമേറ്റ്. നമുക്ക് ക്രോമേറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യണം. ഓക്കെ, സോ ദസ് നമുക്ക് കുറേ so we have to eliminate chromate before going to group 2. So how do you eliminate chromate? അതിലൊന്നുമില്ല. Before you do this group 2, you will take the mixture and you will add concentrated HCl and you will boil it. Okay, ഇത് ബോയിൽ ചെയ്തിട്ട് വീണ്ടും നമ്മളിങ്ങനെ എന്നിട്ട് ഇവാപ്പറേറ്റ് ചെയ്യും. ഓക്കെ, യു വിൽ ഇവാപ്പറേറ്റ് ഇറ്റ് ടു ഡ്രൈനെസ്. ഒരു ചൈന ഡിഷിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് ദെൻ എഗെയിൻ നമ്മൾ വീണ്ടും കുറച്ചുകൂടിയും കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യും, വീണ്ടും അത് ഇവാപ്പറേറ്റ് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ ഒരു 5-6 തവണ എങ്കിലും ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമുക്ക് ആ ഒരു ഇങ്ങനെ റെസിഡ്യൂ ആയിട്ട് ഇവിടെ ഉള്ളത് യു വിൽ എക്സ്ട്രാക്ട് വിത്ത് വാട്ടർ. ഓക്കെ, ആൻഡ് ആ സെൻട്രിഫ്യൂഗേറ്റ് നമ്മൾ എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യും.
അതായത് ജസ്റ്റ് ആ ക്ലിയർ സൊല്യൂഷൻ അത് സെൻട്രിഫ്യൂഗ് ചെയ്യാച്ചാൽ അത് നമ്മൾ ഹൈ സ്പീഡിൽ നമ്മളൊന്ന് റൊട്ടേഷൻ ചെയ്യുകയാണ്. സോ ദാറ്റ് വേഗം നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് താഴോട്ട് ഇങ്ങനെ അടിഞ്ഞ് നിന്നോളും. അപ്പോൾ നമുക്ക് ക്ലിയർ സൊല്യൂഷൻ മുകളിൽ നിന്ന് എടുക്കും. ആൻഡ് ആ സൊല്യൂഷൻ ആണ് സെൻട്രിഫ്യൂഗേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സിസ്റ്റമാറ്റിക് അനാലിസിസിന് ഉപയോഗിക്കുക. ഓക്കെ, so this is one class, that is where elimination of ions നമ്മൾ ചെയ്യേണ്ടത് because of unwanted precipitation by group reagent. വേറെ ഉള്ള സെറ്റ് എന്താ ചെയ്യണത് വെച്ചാൽ that is it will ചില anions will cause precipitation of cations outside the normal group. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിൽ വന്നാലല്ലേ നമ്മൾ ആ ഗ്രൂപ്പാണ് എന്നിട്ട് നമ്മൾ ഇന്ന കാറ്റയോൺസേ ഉള്ളൂ എന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹിയർ ദീസ് ആനയോൺസ് വിൽ മേക്ക് ദീസ് കാറ്റയോൺസ് ടു ഗോ ടു പ്രസിപ്പിറ്റേറ്റ് ഇൻ അനദർ ഗ്രൂപ്പ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫ്ലൂറൈഡ്, ഓക്കെ, ബോറേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. ഓക്കെ, സോ വാട്ട് ഇവിടെ ഈ നമ്മുടെ ഗ്രൂപ്പ് 3, 4, 5 ആൻഡ് 6ൻ്റെ ഈ ഫ്ലൂറൈഡ്സും ബോറേറ്റ്സും ഫോസ്ഫേറ്റ്സും നമ്മൾ എടുക്കുമ്പോൾ വാട്ട് യു സീ ഈസ് ദാറ്റ് ദേ ആർ സ്പാരിംഗ്ലി സോളിബിൾ. ഓക്കെ, പക്ഷേ ഡൈല്യൂട്ട് HCl നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വേഗം അത് സൊല്യൂഷനിൽ പോവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാൽഷ്യം ഫ്ലൂറൈഡ് നമ്മൾ എടുത്തു. ഓക്കെ, HCl വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി യു വിൽ സീ ദാറ്റ് കാൽഷ്യം ക്ലോറൈഡ് ഇസ് ഫോംഡ്. സോ ഇവിടെ ഇങ്ങനെ ആൻഡ് ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് you will see a precipitation of calcium there. So ഇങ്ങനെയൊക്കെ വരുമ്പോൾ these all cause a interference there. Okay, then phosphate in the interference you can see, that is if you see calcium phosphate ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കും. When I add HCl immediately, okay, I will get, see, calcium chloride and phosphoric acid. This phosphoric acid will react with ammonium hydroxide. അപ്പം തേർഡ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് അമോണിയം ഫോസ്ഫേറ്റ് ആവും. And this ammonium phosphate will react with our calcium chloride അവിടെ നമ്മൾ ഉണ്ടായത് and form calcium phosphate. Okay, so again what you will see that അവിടെ വീണ്ടും നമുക്ക് ഉള്ള ഇഷ്യൂസ് വരും. ഓക്കെ, so all these are interfering and you are say similarly ബോറേറ്റും ഇതുപോലെയാണ്. സോ നമുക്ക് എപ്പോഴും ഇത് ഗ്രൂപ്പ് 3 നമുക്കത് മുമ്പ് ചെയ്യണം. ഓക്കെ, ആക്ച്വലി ഇവിടെ അല്ല കേട്ടോ, ഇവിടെയും ഐ മേഡ് എ മിസ്റ്റേക്ക് ദ സോറി. ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കാൽഷ്യമിൻ്റെ കേസിൽ കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു. ദെൻ HF, okay, which is formed here, HF will react with in the third group. ഈ തേർഡ് ഗ്രൂപ്പിലാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, will form ammonium fluoride, അതായത് ഫ്ലൂറൈഡ് ആണല്ലോ അവിടെ നമ്മുടെ ഇൻറ്റർഫിയറിങ്. ആൻഡ് ദെൻ ദിസ് fluoride will react with the calcium chloride to form calcium fluoride again and ammonium chloride. So this is all happening in group 3. So group 3 നമ്മൾ ഈ ശരിക്കും calcium should only be precipitated in group 5. പക്ഷെ അത് group 3 തന്നെ precipitation കാണുന്നു. So we have to do this all before group 3. Okay, so how do you eliminate? അപ്പോൾ നമുക്ക് ഈ 3 പേരെ എങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണത്? ഫ്ലൂറൈഡും ബോറേറ്റും നമ്മൾ എലിമിനേറ്റ് ചെയ്യണം ജസ്റ്റ് ലൈക്ക് അവർ
what is it, chromate. Okay, we do it before group 1 analysis ചെയ്യണ മുമ്പ് തന്നെ നമ്മൾ ഫ്ലൂറൈഡും ബോറേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് മിക്സ്ചർ എടുത്തിട്ട് നമ്മൾ you will mix it with, you take a mixture and mix it with concentrated HCl in a china dish. എന്നിട്ട് ഹീറ്റ് ചെയ്യും, എന്നിട്ട് ബോയിൽ ചെയ്യാം. ഓക്കെ, സെയിം തിങ് ക്രോമേറ്റ് ചെയ്ത പോലെ. അത് എന്നിട്ട് യു ബോയിൽ ഇറ്റ് ആൻഡ് ഇവാപ്പറേറ്റ് ടു ഡ്രൈനെസ്. ഓക്കെ, ആൻഡ് ദെൻ എഗെയിൻ യു ആഡ് കോൺസെൻട്രേറ്റഡ് HCl. അങ്ങനെ ഒരു 5-6 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ദെൻ എക്സ്ട്രാക്ട് ദാറ്റ് റെസിഡ്യൂ വിത്ത് വാട്ടർ ആൻഡ് ദെൻ you go on with your analysis. So ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, if you had, for example, whatever the fluoride that you had, it will react with your HCl and form calcium chloride, that is metal chloride, and HF will be eliminated as it will go off. Okay, same thing, boratum will also leave off from here. Okay, and it will form the corresponding chlorides namukku kittum. What about phosphate? Elimination of phosphate nammal cheyanathu enganeyacha, group 2 കഴിഞ്ഞിട്ട് നമ്മൾ ബോയിൽ ചെയ്യും. ആ സെൻട്രിഫ്യൂഗേറ്റ് you will boil to remove H2S. okay, H2S പോവാൻ വേണ്ടി നമ്മൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ആൻഡ് ദെൻ യു വിൽ ആഡ് 1 drop ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ഓക്കെ, അത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഫെറസ് ഉണ്ടെങ്കിൽ അത് ഫെറിക്കായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൈട്രിക് ആസിഡ് കുറച്ച് ആഡ് ചെയ്യണത്. ഓക്കെ, ദെൻ എഗെയിൻ യു വിൽ ബോയിൽ ആൻഡ് കൂൾ. ഓക്കെ, ആ കൂൾ സൊല്യൂഷനിൽ നിങ്ങൾ യു വിൽ ആഡ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ആൻഡ് ദെൻ യു വിൽ ആഡ് സിർക്കോണൽ ക്ലോറൈഡ്. നമ്മളിവിടെ പക്ഷേ കൂടുതൽ യൂസ് ചെയ്യുന്ന സിർക്കോണൽ നൈട്രേറ്റ് ആണ്. സോ ഐ വിൽ റൈറ്റ് സിർക്കോണൽ ക്ലോറൈഡും സിർക്കോണൽ നൈട്രേറ്റും യൂസ് ചെയ്യാം. We make zirconal nitrate here, and we will add zirconal nitrate, and phosphate will be precipitated out as, അതായത് phosphate will go out as white color നമുക്ക് കിട്ടും. white precipitate of zirconal phosphate ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഫിൽട്ടർ ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്ത് കളയും. വീണ്ടും നമ്മൾ സിർക്കോണൽ നൈട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യും ടു ദാറ്റ് സൊല്യൂഷൻ, ആൻഡ് ദെൻ അഗെയിൻ പ്രസിപ്പിറ്റേറ്റ് വന്നുകൊണ്ടിരിക്കുക. അത് എത്ര തവണ ആ പ്രസിപ്പിറ്റേറ്റ് ഇല്ലാതെ ആവണ വരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് ആ സെൻട്രിഫ്യൂഗേറ്റ്, അതായത് നമുക്ക് കിട്ടുന്ന ആ ക്ലിയർ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ വി വിൽ ഗോ ഫോർ അവർ ബാക്കിയുള്ള കാറ്റയോൺ സ്റ്റഡി. ഓക്കെ, ഫ്രം ഗ്രൂപ്പ് 3 ഓൺവേർഡ്സ്. ഇനിയുള്ളത് നമുക്കൊരു ക്ലാസ് 3 ഉള്ള ടൈപ്പാണ്. That is elimination of anions. Elimination of anions which prevent, അതായത് which prevents precipitation of cations. Now organic anion, അതായത് anions from organic acids. Okay, for example is my oxalate and tartrates. ഈ ഓക്സലേറ്റ്സും ടാർട്രേറ്റ്സും ഓക്കെ ടാർട്രേറ്റ്സ് എന്നാണ്. ഓക്കെ, സോ oxalates and tartrates, they are actually organic in origin. Okay, CO negative ഇതാണ് ഒക്സാലിക് ആസിഡ് എന്ന് കിട്ടുന്നതാണ് ഓക്സലേറ്റ്. ലെറ്റ് മീ ടേക്ക് ആ ഒരു ഇത്. ദേ വിൽ പ്രിവെൻറ്റ് പ്രസിപ്പിറ്റേഷൻ ഓഫ് കാറ്റയോൺസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അതായത് അവർ ഇനാക്റ്റീവാക്കി വിടും. സോ ഇവിടെയും വി ഹാവ് ടു അഗെയിൻ
you have to stop this interference from these kind of anions. ഇതെങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? ഇത് വളരെ സിമ്പിളാണ്. ഒരു ബ്രോക്കൺ ചൈന ഡിഷിൽ നമ്മൾ വി ടേക്ക് ദിസ് സബ്സ്റ്റൻസ് ഹിയർ. സോ യു വിൽ ഹാവ് ദ സബ്സ്റ്റൻസ് ഹിയർ ആൻഡ് യു ജസ്റ്റ് ഹീറ്റ് ഇറ്റ് സ്ട്രോങ്ലി. ഓക്കെ, വളരെ ഒന്നും ആഡ് ചെയ്യില്ല, ജസ്റ്റ് സ്ട്രോങ്ലി ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് യു വിൽ സീ ദാറ്റ് ദിസ് വിൽ ബി ബ്രോക്കൺ ഡൗൺ ടു ഫോം the corresponding carbonates and carbon dioxide. Okay, അപ്പോൾ അത് ഇതിലേക്ക് പോകും. or this oxalate will break down and carbon dioxide ഒക്കെ അത് എന്താ പറയുക എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് അങ്ങനെ ആ റെസിഡ്യൂ പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി ഡൈല്യൂട്ട് HCl വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് നമ്മൾ ഓരോന്ന് നമ്മൾ ചെയ്യും. സോ ദിസ് ഇസ് ഹൗ വി ഡു ഇറ്റ് ഫോർ your tartrates and oxalates. Just directly heat. ഇങ്ങനെയാണ് അത് eliminate ചെയ്യുന്നത്. Now just a small discussion on my qualitative organic അനാലിസിസ്. അവിടെയും ഒരു സിസ്റ്റമാറ്റിക് ഇതാണ് നമുക്ക്. ദർ ഇസ് എ സിസ്റ്റമാറ്റിക് ഫ്ലോ ടു ഹൗ യു ആർ അപ്രോച്ചിങ് ഓർഗാനിക് അനാലിസിസ് ഓൾസോ. And here you have to detect, oxygen, nitrogen, sulfur, then the halogens detect TR and generally ഇത് ഈ നൈട്രജൻ ഹാലജൻ സൾഫർ ഡിറ്റക്ഷൻ ആണ് നമ്മുടെ ഡിറ്റക്ഷൻ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ചെയ്യണത്, വിച്ച് യു വിൽ ലേൺ ഫർദർ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ദെയർ. അവിടെയും പ്രസിപ്പിറ്റേഷനും ഒക്കെ വെച്ചിട്ടാണ്, കളർ വെച്ചിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യണത്. ഓക്കെ, so with that we come to the end of this set, and we'll discuss some problems on solubility product and all that, which I'll give you as assignments. Thank you.